അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം ദൈവവചനവുമായി നിങ്ങളുടെ മുൻപാകെ വരുവാൻ സർവശക്തനായ ദൈവം എളിയവനായി എന്നെ ബലപ്പെടുത്തിയതോർത്ത് ഞാൻ തിരുനാമത്തെ സ്തുതിക്കുന്നു. വിവിധ ഭവനങ്ങളിൽ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഇപ്രകാരം വചന ശുശ്രൂഷയ്ക്കായി എനിക്ക് അവസരമൊരുക്കിയ ബ്രദർ ബിജു കുര്യൻ അറ്റ്ലാന്റ, അതുപോലെ പാസ്റ്റർ ജേക്കബ് സാമുവൽ, ഇവരോടുള്ള ആത്മാർത്ഥമായ നന്ദി ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിൽ ഈ സും മീറ്റിങ്ങിൽ ദൈവവചനം സംസാരിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു. 3 മീറ്റിങ്ങുകൾ അടുപ്പിച്ച് ക്രമീകരിച്ചിരുന്നുവെങ്കിലും പെട്ടെന്ന് അവിടെ ഉണ്ടായ ഒരു മരണം, പിന്നെ ചില പ്രതിസന്ധികൾ മുഖാന്തരം ഒരു ദിവസം മാത്രമേ ദൈവവചനം സംസാരിപ്പാൻ അന്ന് സാധിച്ചുള്ളൂ. എന്നാൽ വീണ്ടും ഇങ്ങനൊരു അവസരം കർത്താവ് നൽകി. കർത്താവ് അനുവദിച്ചാൽ ഇന്നും അടുത്ത വെള്ളിയാഴ്ചയും 2 ദിവസങ്ങൾ ദൈവവചനം നിങ്ങളോട് സംസാരിക്കുവാനാണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഈ മീറ്റിങ്ങിനെ ലീഡ് ചെയ്യുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ സുരേഷ് ഫിലിപ്പ് അവറുകൾ, ദൈവ ഭക്തിയോടും ഭയത്തോടും കൂടെ ഗാനങ്ങൾ ആലപിച്ച അനുഗ്രഹീതരായ ദൈവമക്കൾ, കൂടാതെ ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ വളരെ സന്ദർഭോചിതമായ ഒരു ദൂത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന നിലയിൽ പങ്കുവെച്ച സിസ്റ്റർ മോളി, എല്ലാവരോടുമുള്ള ആത്മാർത്ഥമായ നന്ദി ഞാൻ ഇത്തരണത്തിൽ അറിയിക്കും. സ്വർഗസ്ഥനായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്തു. കാൽവറി ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി. വീണ്ടെടുപ്പും അവകാശവും പുത്രത്വവും നിത്യജീവനും സ്വർഗീയ പൗരത്വം എല്ലാം നൽകിയത് യേശുവിൻ്റെ ക്രൂശുമരണവും കഷ്ടാനുഭവങ്ങൾ മുഖാന്തരമാണ്. അപ്രകാരം ദൈവ കൃപയിലേക്ക് വന്ന ദൈവമക്കൾ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇന്നത്തെ ദിവസവും കർത്താവ് അനുവദിച്ചാൽ അടുത്ത വെള്ളിയാഴ്ചയും നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി 12-ാം സങ്കീർത്തനം 1-ാം വാക്യം ദയവായി വായിക്കാം. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. മതി. ഇന്നേക്ക് 3000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദാവീദ് ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകമാണ് നാം വായിച്ചത്. ഈ പ്രാർത്ഥനയിൽ 2 കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. യഹോവയെ രക്ഷിക്കണമേ, ഒന്നാമത്തെ കാരണം ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. 2-ാമത്തെ കാരണം വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ അഥവാ ഈ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ 1-ാം ഭാഗമാണ്. ദൈവഭക്തി മനുഷ്യനിൽ കുറയുന്നു. അടുത്ത ദിവസം കർത്താവ് അനുവദിച്ചാൽ വിശ്വസ്തത എന്ന വിഷയത്തെക്കുറിച്ച് നാം വിചിന്തനം ചെയ്യുന്നതായിരിക്കും. ഭക്തി എന്നുള്ളത് ജീവിതത്തിൽ, വിശ്വസ്തത എന്നുള്ളത് സേവനത്തിലുമാണ് ആവശ്യമായിരിക്കുന്നത്. ജീവിക്കുന്ന വ്യക്തിക്ക് ദൈവഭക്തി, അതുപോലെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അഥവാ സേവനത്തിൽ വിശ്വസ്തത. ഭക്തിയും വിശ്വസ്തതയും ക്രിസ്തീയ ജീവിതത്തിന്റെ പുരോഗതിക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത അനിവാര്യ ഘടകങ്ങളാണ് എന്ന് ഓർക്കണം. ദൈവഭക്തിയോടുള്ള ബന്ധത്തിൽ ലോക ജനതയെ, സമസ്ത ലോകത്തെയും 7 ഗ്രൂപ്പുകളായി തിരിച്ചു പഠിക്കാം. നമ്പർ 1, അഭക്തരുടെ ലോകം. ദൈവഭക്തിയെ ഇല്ലാത്ത ഒരു കൂട്ടം. ദൈവമില്ല, സ്വർഗമില്ല, ഭൂതമില്ല, പിശാചില്ല, നരകമില്ല, മരണാനന്തര ജീവിതമില്ല, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ദൃശ്യമായതല്ലാതെ മറ്റൊന്നും വിശ്വസിക്കാൻ മനസ്സില്ലാത്ത ഒരു കൂട്ടരാണ് അഭക്തരുടെ ലോകം. അവരെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന യൂദായുടെ ലേഖനത്തിലാണ്. വായിക്കാം അതിന്റെ 14-15 വാക്യങ്ങൾ. യൂദാ 14-15. ആദാം മുതൽ 7-മനായ ഹാനോക്കും ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ അവർ അഭക്തിയോട് ചെയ്ത ഭക്തി വിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം, ഭക്തി കെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തി കെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു.
അഭക്തരെ കുറിച്ചും ഭക്തി കെട്ടവരെ കുറിച്ചും ഏറ്റവും കൂടുതലായി ഇവിടെ തന്നെ 2-3 പരാമർശങ്ങളുണ്ട്. പിന്നെയും യൂദായുടെ ലേഖനം താഴോട്ട് വായിച്ചു വന്നാൽ, സമയ ചുരുക്കത്താൽ വായിക്കുന്നില്ല, വീണ്ടും അഭക്തരെ കുറിച്ച് വായിക്കുന്നു. ഈ ഒരു കൂട്ടർക്ക് ദൈവഭക്തി ഇല്ല. ഏതനീതിയും ചെയ്യുവാൻ അവർക്കൊരു മടിയുമില്ല. ഓർക്കണം, അവരെ ന്യായവിധിക്കുവാനായി ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതിപ്പോഴല്ല, കർത്താവിന്റെ വരവിന് ശേഷമാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുന്നെങ്കിൽ ഈ പ്രവചനം നിവർത്തിപ്പാൻ പിന്നെയും ഒരു 1007 കൊല്ലം കൂടെ എടുക്കും. മനസ്സിലായോ? സഭ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന സമയം, കർത്താവ് സഭയോടുകൂടെ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയം, 1000 ആണ്ട് വാഴ്ച, 7 കൊല്ലത്തെ മധ്യാകാശം, ഇങ്ങനെ 1007 കൊല്ലം കഴിഞ്ഞെങ്കിലേ ഇന്ന് കർത്താവ് വരുന്ന പക്ഷം പിന്നെയും എടുക്കും. അഥവാ അന്ത്യ ന്യായവിധിയെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെള്ള സിംഹാസനത്തിൽ ന്യായവിധി. ഭക്തികെട്ട പാപികളെ ഒക്കെയും ബോധം വരുത്തുവാൻ നമ്മുടെ കർത്താവ് 1000 വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും വരുവാൻ പോകുന്ന കാര്യം താൻ കണ്ട കാഴ്ച അതുപോലെ രേഖപ്പെടുത്തി. ലോകം കണ്ടിട്ടുള്ള 1ാമത്തെ പ്രവാചകനായ ഹാനോക്ക് ഈ കാര്യം രേഖപ്പെടുത്തി. ഇനി 2ാമത്തെ കൂട്ടർ മതഭക്തരുടെ ലോകമാണ്. അവരവരുടെ മതങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ പൂർണ്ണമായ ഭക്തരായി ജീവിക്കുന്നു. അതിന് മകുട ഉദാഹരണമാണ് കൊർന്നെല്യോസ്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 1-2 വാക്യം വായിക്കാം. കൈസരയിൽ ഇത്താലിയ എന്ന പട്ടാളത്തിൽ കൊർന്നെല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ഇത്താലിയ പട്ടാളത്തിൽ ഒരു നല്ല ഉദ്യോഗസ്ഥനായിരുന്ന കൊർന്നെല്യോസ് വളരെ ദൈവഭക്തനായിരുന്നു. അപ്പനും മക്കളും ഒരുമിച്ച് ദൈവത്തെ ഭയപ്പെടുന്ന സകല കുടുംബത്തോടും കൂടെ. ഇന്ന് അങ്ങനെയുള്ളവരെ കാണാൻ വളരെ പ്രയാസമാണ്. അപ്പൻ ഒരു വഴിക്ക്, അമ്മ വേറൊരു വഴിക്ക്, മക്കൾ ഓരോ വഴിക്കും ഒക്കെ പോകും. എന്നാൽ കുടുംബമായി സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ പോരാ, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ, ദൈവത്തോട് ഭയപ്പെടുന്നവൻ, ദൈവത്തെ ഭയപ്പെടുന്നവൻ, ദൈവഭക്തൻ, അതും പോരാ, ജനത്തിന് വളരെ ധർമ്മം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവൻ. ഇത് ഇത്രയും പോരെ സ്വർഗത്തിൽ പോകാൻ? സാധിക്കുന്നില്ല. അവനൊരു ദർശനമുണ്ടായി. അവന് ഇത്ര പരമഭക്തനായി ജീവിച്ച് അവന്റെ വീട്ടിലെ പടയാളി പോലും, വാസ്തവം പറഞ്ഞാൽ അവന് ദൈവഭക്തനായ പടയാളിയായിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശിമോനെ വരുത്തുക, അവൻ നിന്നോട് ദൂതറിയിക്കുമെന്ന് ദൈവം കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നു. എന്തുവാ ശിമോൻ ഉപദേശിച്ചു എന്ന് പറയേണ്ടത്? 11-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിച്ച്. നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കുമെന്ന് ദൂതൻ പറഞ്ഞുവെന്ന് ഞങ്ങളോട് അറിയിക്കും. മതി. യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശിമോനെ വരുത്തണം. ആ ഉപദേശം ഇവിടെ വന്ന് നിന്നോടൊരു ദൂത് പറയും. എന്തോ, നീ രക്ഷിക്കപ്പെടണം. ഇത്രയും കാര്യങ്ങളായിട്ട് രക്ഷിക്കപ്പെട്ടില്ലേ? ഭക്തനാണ്, സകല കുടുംബത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ്, ജനങ്ങൾക്ക് ധർമ്മം ധാരാളം കൊടുക്കുന്നവനാണ്. ഇതെല്ലാം നിന്റെ പ്രാർത്ഥന. അധ്യായങ്ങൾ മുഴുവനും വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാം. സമയ ദൗർലഭ്യം കൊണ്ട് ഞാൻ തൊട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. വളരെ പ്രാർത്ഥിക്കുന്നവനും വളരെ ധർമ്മം കൊടുക്കുന്നവനാണ്. നിന്റെ പ്രാർത്ഥന തിരുമുൻപിൽ എത്തി. ദൂതൻ വന്ന് പറയുകയാണ്, നിന്റെ പ്രാർത്ഥന ധർമ്മം എല്ലാം തിരുമുൻപിൽ എത്തി മക്കളെ, പക്ഷെ നീ അവിടെ എത്തിയില്ല. എന്താ കാരണം? പ്രാർത്ഥിച്ചു, അത് അവിടെ എത്തിയിട്ടുണ്ട്. ദാനധർമ്മങ്ങളെല്ലാം വകവെച്ചിട്ടുണ്ട് അക്കൗണ്ട് ബുക്കിൽ. പക്ഷെ നീ എത്തണമെങ്കിൽ രക്ഷിക്കപ്പെടണം. ആമേൻ, ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ലെന്ന് യോഹന്നാൻ 3-ൽ നിക്കോദീമോസിനോട് യേശു പറഞ്ഞതുപോലെ ഇവിടെ കർത്താവ് പറയാണ്, രക്ഷിക്കപ്പെടുക. കാരണം ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ ബലിമരണം സർവ്വലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനാണെങ്കിലും അതിന് സ്വന്തമായി അവനെ അംഗീകരിക്കുകയും രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ രക്ഷിതാവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുക എന്നാണ് അർത്ഥം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ എത്ര പരമഭക്തരായിരുന്നാലും, വളരെ ദാനധർമ്മങ്ങൾ കൊടുക്കുന്നവരായാലും, വളരെ പ്രാർത്ഥിക്കുന്നവരായാലും ശരി, ക്രിസ്തുവേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാതെ ഉള്ള ഭക്തിയെ ദൈവം അംഗീകരിക്കുന്നില്ല. 0 + 0 + 0 + 0 = 0 എന്ന് പറയുന്ന പോലെ സകല സൽക്കർമ്മങ്ങളും 0 മാത്രമാണ്. മനുഷ്യന്റെ നീതി പ്രവൃത്തികൾ കരപുരണ്ട തുണി പോലെയാണ് എന്ന് നിങ്ങൾ ഓർക്കണമേ. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ച്
പാപമോചനം പ്രാപിക്കുന്നുവെങ്കിൽ, രക്ഷാ നിർണയം പ്രാപിക്കുന്നുവെങ്കിൽ 1 എന്ന ശേഷം പിന്നിടുന്ന ഓരോ സീറോയും വിലയിലാണ്. 10, 100, 1000, 10,000 അങ്ങനെ പോകും. അതുകൊണ്ട് ക്രിസ്തുവില്ലാത്ത ഭക്തി അതാണ് മതഭക്തി. അത് ദൈവത്തിൽ അംഗീകരിക്കപ്പെടുന്നില്ല. എന്നാൽ ദൈവകൃപയാൽ അവൻ പത്രോസ് വന്ന് കൊർന്നല്യോസിന്റെ വീട്ടിൽ പ്രസംഗിച്ചതും അവർ കുടുംബമായി രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെടുന്നതും ആത്മസ്നാനം പ്രാപിക്കുന്നതും ഒക്കെ നമുക്ക് ചരിത്രത്തിൽ വേദപുസ്തകത്തിൽ വായിപ്പാൻ കഴിയും. മതഭക്തരുടെ ലോകം. ഇനി മൂന്നാമത്തെ ഭക്തി പാരമ്പര്യ ഭക്തിയാണ്. അതിന് മകുടോദാഹരണമായിരിക്കുന്നത് ശമരിയക്കാരി സ്ത്രീയാണ്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 12, 20 വാക്യങ്ങൾ വായിക്കാം. 12, 20. നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ 20-ാം വാക്യം കൂടെ. ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ശമരിയക്കാരി സ്ത്രീ, ആ സ്ത്രീയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സദാചാരത്തിന്റെ സകലവിധ അതിർവരമ്പുകളിൽ ലംഘിച്ചു പാപത്തിൽ ജീവിക്കുന്നവൾ, 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നവൾ, 5നെയും ഡിവോഴ്സ് ചെയ്ത ശേഷം 6ാമതൊരുവനോട് താമസിക്കുന്നവൾ, അവനും അവളുടെ ഭർത്താവല്ല. അങ്ങനെ സാൻമാർഗികതയുടെ സകലവിധ അതിർവരമ്പുകളും പാടെ ലംഘിച്ച് പാപഭംഗിലമായ ജീവിതം നയിക്കുമ്പോഴും അവൾ പറയുന്നു, ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? ഞങ്ങളുടെ പിതാക്കന്മാർ ഇവിടെയാണ് ആരാധിച്ചത്, ഈ മലയിലാണ് ആരാധിച്ചത്, അത് യെരൂശലേമിനാണ് വേണ്ടതെന്ന് നിങ്ങൾ പറയുന്നു. കർത്താവിനോട് പറയുകയാണ്. യേശു പറഞ്ഞു, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക. ഈ മലയിലും ആ മലയിലും ഒന്നുമല്ല ആരാധിക്കുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു. അവളുടെ ഉള്ളറകളിലെ രഹസ്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി. ദിവ്യപ്രകാശത്തിന്റെ കിരണങ്ങളെ പാപാന്ധകാരത്തിന്റെ ഉള്ള ഹൃദയത്തിലേക്ക് വീശിയപ്പോൾ അവൾ മാനസാന്തരപ്പെടുന്നു. അവൾ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. ശമരിയ പട്ടണത്തിലെ 1ാമത്തെ മിഷണറി വനിതയായി അവൾ തീരുന്നു. അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു. പാരമ്പര്യത്തിന്റെ ഭക്തി അറിയാമോ നിങ്ങൾക്ക്? പാപത്തിന്റെ ചള്ളക്കുഴിയിൽ കൈയിട്ട് വാരുന്നു ഒരു കൈകൊണ്ട്, പാരമ്പര്യത്തിന്റെ കനത്ത ഭിത്തിയിൽ കെട്ടിപ്പിടിക്കുന്നു മറ്റേ കൈകൊണ്ട്. എന്ത് പ്രയോജനം? നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത് എന്നല്ലേ അരിമനാഥൻ ചോദിച്ചത്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, വീണ്ടും ജനിച്ചവന്റെ വീട്ടിൽ ജനിച്ചാൽ രക്ഷിക്കപ്പെടണമെന്നില്ല. ആണ്ടുതോറും ഇടപെടാതെ കൺവെൻഷൻ നടത്തുന്ന മനോഹരനായ ഭക്തന്റെ വീട്ടിൽ ജനനം കൊണ്ട് നീ രക്ഷിക്കപ്പെടണമെന്നില്ല. പ്രത്യുത വ്യക്തിപരമാണ് രക്ഷ, സമൂഹ രക്ഷയല്ല, കുടുംബരക്ഷയല്ല. സാൽവേഷൻ ഈസ് പേഴ്സണൽ. വ്യക്തിപരമായി ക്രിസ്തുവിനെ സ്വീകരിക്കണം. അങ്ങനെ ഒരു പരിവർത്തനം അവൾക്കുണ്ടായി. അപ്പോൾ നാം ചിന്തിച്ചത് അഭക്തരുടെ ലോകം 1, മതഭക്തരുടെ ലോകം 2, പാരമ്പര്യ ഭക്തരുടെ ലോകം 3. ഇനി 4ാമത്തെ ഒരു ഭക്തി, അമിതമായ ഭക്തി. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 4-ന്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. 1 തിമോത്തിയോസ് 4-ന്റെ 1 മുതൽ 3 വരെ. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത്, സ്തോത്രത്തോടെ അനുഭവിക്കും. അപ്പോൾ ഇവിടെ ഒരു കൂട്ടരെ കുറിച്ച് കാണുന്നു. ഭാവി കാലത്ത് ഇത് സംഭവിക്കുമെന്ന് പൗലോസ് കുട്ടി പറഞ്ഞു. വിവാഹത്തെ വിലക്കുക, ദൈവം സൃഷ്ടിച്ച വിശുദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങളെ വർജിക്കുക. ഇത് അമിത ഭക്തി എന്ന് പറയുന്നു. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. വിവാഹിതരുടെ ശയ്യ നിർമ്മലമാണ്. വിവാഹവും കുടുംബജീവിതവും ദൈവത്തിന്റെ വചനാനുസൃതമാണ്. ഒരു വ്യക്തിക്ക് സ്വമനസാലെ അവിവാഹിത അവസ്ഥയിൽ ജീവിക്കണമെന്ന് തോന്നി തീരുമാനിച്ചാൽ അതിന് ബൈബിൾ എതിരല്ല. എന്നാൽ സുവിശേഷ വേലക്കാരുടെ യോഗ്യതയായിട്ട് അതിനെ കരുതുന്നതിന് വചനത്തിന് അടിസ്ഥാനമില്ല. അധ്യക്ഷൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്ന് തന്നെയാണ് പൊതു നിബന്ധന. ഒരു വ്യക്തിക്ക് വ്യക്തിപരമായുള്ള തീരുമാനത്തിൽ അവിവാഹിതയിൽ കഴിയുന്നതിന് വചനം വിരുദ്ധമല്ല എങ്കിൽ തന്നെയും അതൊരു പൊതു നിയമമാക്കാനോ അത് വിശുദ്ധിയുടെ മാനദണ്ഡമായി സൂക്ഷിപ്പാനോ ബൈബിൾ അനുവദിക്കുന്നില്ല. വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതാണ്. സ്തോത്രത്തോടുകൂടെ ദൈവം അനുഭവിപ്പാൻ തന്നിരിക്കുന്ന പദാർത്ഥങ്ങളെ പരിത്യജിക്കുവാനും നമുക്ക് അധികാരമില്ല. മദ്യപാനമോ അതുപോലെ ഉള്ള വിലക്കപ്പെട്ട കനികളോ ഉണ്ടെങ്കിൽ വളരെ
ചില കാര്യങ്ങൾ മാത്രമേ അതിൽ വിഗ്രഹാർപ്പിതം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഒഴിഞ്ഞിരിപ്പാനുള്ളൂ. മറ്റതൊക്കെയും ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതാണ്. ഒരു മനുഷ്യൻ പോലും അമിതമായ ഭക്തി കൊണ്ട് ജീവിക്കാനാവില്ല. അത് ദൈവത്തിന് പ്രസാദമില്ല. PT ഉഷയേക്കാൾ വളരെ വേഗത്തിൽ ഓടുന്ന ഒരാളാണെങ്കിലും ട്രാക്ക് തെറ്റിച്ചോടിയാൽ എന്ത് പ്രയോജനം? പൊതു റോഡിൽ കൂടെ, നിരത്തിൽ കൂടെ ഒരുത്തൻ ഓടി അതിനേക്കാൾ ഒന്നാം സമ്മാനം സ്ഥാപിച്ചിട്ടുള്ള ഓട്ടക്കാരിയേക്കാൾ കൂടുതൽ സ്പീഡിൽ ഓടിയാലും പ്രയോജനമില്ല. ട്രാക്കിനുള്ളിൽ നിൽക്കണം. അതുകൊണ്ടാണ് ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കയില്ല എന്നെഴുതിയിരിക്കുന്നത്. അമിത ഭക്തി, ആവേശം, അത് ദൈവം അംഗീകരിക്കുന്നല്ല. അതുകൊണ്ട് പ്രയോജനമില്ല. ഏതാണ്ട് 10-30 വർഷങ്ങൾക്ക് മുമ്പ് കർണാടക സ്റ്റേറ്റിൽ ഹടയങ്കാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരിക്കൽ ഞാനൊരു യോഗത്തിന് പോയത് ഓർക്കുന്നു. അവിടെ ഒരു കൺവെൻഷന് പോയതാണ്. അന്നത്തെ സഭായോഗത്തിൽ എല്ലാവരും കൂടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ പറഞ്ഞു, നമുക്കൊരു പാട്ട് പാടാമെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രായമുള്ള പിതാവ്, ആ അപ്പച്ചൻ, കൈയടിക്കാൻ തുടങ്ങി. പാട്ട് പാടിയിട്ടല്ല, അതിനു മുമ്പേ തന്നെ ഉറച്ച് എല്ലാവരെക്കാളും ശക്തമായി. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൈയടിച്ച് പാടാം. എല്ലാവരും കൈയടിച്ച് പാടാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പാടുകയാണ്. അപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പാടാം, അദ്ദേഹത്തിന് സഹകരിക്കാൻ. അപ്പോൾ അദ്ദേഹം ഒരു ബെഞ്ചെ കയറി നിന്ന് പാടാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും കൂടെ ബെഞ്ചെ കയറാൻ പറയാനുള്ള പരിജ്ഞാനക്കുറവ് പാസ്റ്റർക്ക് ഇല്ലായിരുന്നു. അദ്ദേഹം മനസ്സിലായി അപ്പച്ചന്റെ അതിതീഷ്ണത. അടുത്ത് എന്ന് രഹസ്യമായി അദ്ദേഹത്തിന് ചെവിയിൽ പറഞ്ഞു, അപ്പച്ച താഴെ നിന്ന് പാടിയാൽ മതി. അത് കേട്ടപ്പോൾ അദ്ദേഹം കോപിഷ്ഠനായി വേദപുസ്തകം എടുത്തുകൊണ്ട് ഹോളിൽ നിന്ന് ഇറങ്ങിപ്പോയിന്ന്. ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെയുള്ള ഒരു സഭായോഗത്തിലാണ്. നോക്കണം, പാടാൻ പറയുമ്പോഴേ കൈയടി തുടങ്ങുന്നു, കൈയടിച്ച് പാടാൻ പറയുമ്പോഴേ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു, എല്ലാവരും എഴുന്നേക്കാൻ പറയുമ്പോൾ ബെഞ്ചിന്റെ പുറത്ത് കയറുന്നു. ഇതൊക്കെ വിവരക്കേടെന്നല്ല എന്ത് പറയണം. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കുകയിൽ. അമിത ഭക്തി, ആവേശം പാടുള്ളതല്ല. അപ്പൊ അഭക്തരുടെ ലോകം, മതഭക്തരുടെ ലോകം, പാരമ്പര്യ ഭക്തരുടെ ലോകം, അമിത ഭക്തരുടെ ലോകം, ഇതൊക്കെ ആവശ്യമില്ലാത്ത. ഇനി ഏറ്റവും കൂടുതൽ നമ്മുടെ കർത്താവായ യേശു ശാസിച്ച് ശപിച്ച ഒരു കൂട്ടരുണ്ട്, കപടഭക്തി. വായിക്കൂ മത്തായി സുവിശേഷം 23-ാം അധ്യായം, മാത്യു 23:25-27, 23-25-27. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുക, അകത്ത് കപടവും കവർച്ച നിറഞ്ഞിരിക്കുന്ന അഴുക്ക്. ഇനി അടുത്ത 27 കൂടെ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. വെള്ള തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമെ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അകത്ത് സ്റ്റിങ്കിങ്, വളരെ വല്ലാതെ ദുർഗന്ധം വമിക്കുന്ന അസ്ഥികൂടങ്ങൾ, പുറമേ നന്നായിട്ട് വെള്ള തേച്ചിരിക്കുന്നു. പൊതുജനത്തിന്റെ മുൻപിൽ ഭക്തി അഭിനയിക്കുന്ന വലിയൊരു കൂട്ടം. സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ, 2 കൊരിന്ത്യർ 11 എന്നാൽ അവരുടെ അവസാനം അവരുടെ വേഷത്തിനനുസരിച്ചല്ല, അവരുടെ പ്രവൃത്തിക്കനുസരിച്ചായിരിക്കും. എന്താ ഈ അവസാനം? ന്യായവിധിയുടെ ദിവസം എന്നർത്ഥം. അന്ത്യം വരുമ്പോൾ നീ വേഷം കെട്ടിയതിനനുസരിച്ചല്ല ന്യായം വിധിക്കുന്നത്. ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ എന്തോ ഒരു ഭക്തി, സ്വീറ്റ് സ്മെല്ലിംഗ് സാറ. സഭ വിട്ടുപോകുമ്പോൾ ബാഡ് സ്റ്റിങ്കിങ് മാറ. സഭയ്ക്കകത്ത് വരുമ്പോൾ ചർച്ചുമേ മേരെ പപ്പ ദൂത് ഹേ ഗർമയേക്ക് ഭൂത് ഹേ എന്ന് പറയുന്ന പോലെ, സഭയിൽ ദൂതൻ, വീട്ടിൽ ഭൂതം. സഭയിൽ വരുമ്പോൾ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവരിൽ കപടമില്ല. സഭ വിട്ടു പോകുമ്പോൾ സാക്ഷാൽ ഇസ്മായേല്യൻ, നേരിന്റെ കണികയില്ല. സഭയ്ക്കകത്ത് മന്നരിൽ മന്നൻ, സഭയ്ക്ക് പുറത്ത് പന്നരിൽ പന്നൻ. ഈ വിധത്തിൽ ജീവിക്കുന്ന ഒരു വലിയ കൂട്ടത്തെ കാണുവാൻ കഴിയും. ശ്രദ്ധിച്ച് നോക്കുക, എന്ത് പ്രയോജനം? ഈ പ്രകടനം കൊണ്ട് എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിന്റെ മഹാപുരോഹിതന്റെ വേഷത്തിന്റെ വിധാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗമുണ്ട്. വായിക്കൂ, പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 40 മുതൽ 42 വരെ. എക്സോഡസ് 28:40-41-42 പ്ലീസ്. അഹരോന്റെ പുത്രന്മാർക്ക് മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് അങ്കി, നടുക്കെട്ട്, തലപ്പാവ് എന്നിവ ഉണ്ടാക്കണം. അവ നിന്റെ സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും ധരിപ്പിക്കണം. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ അഭിഷേകവും കരപൂരണവും ചെയ്ത് ശുദ്ധീകരിക്കണം. അവരുടെ നഗ്നത മറപ്പാൻ അവർക്ക് ചണനൂൽ കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കണം. അത് അര തുടങ്ങി തുട വരെ എത്തണം. അടുത്ത വാക്യം കൂടെ. അഹരോനും അവന്റെ പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴോ
യാഗപീഠത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോഴോ കുറ്റം ചുമന്ന് മരിക്കാതിരിക്കേണ്ടതിന് അവർ അത് ധരിക്കണം, അവനും അവന്റെ കുറ്റം ചുമന്ന് സന്തതിക്കും. മരിക്കാതിരിക്കേണ്ടതിന് ധരിക്കണം. ഇവിടെ രണ്ട് വിധ അങ്കിയാണ്. ഒന്ന് മേലങ്കി, രണ്ട് ഉള്ളങ്കി. ഒന്ന് എല്ലാവരും കാണുന്ന ഒരു വസ്ത്രം, മറ്റാർക്കും കാണുവാൻ കഴിയാത്ത വസ്ത്രം. ഉണ്ട് ഒരു മഹാപുരോഹിതൻ തന്റെ സ്ഥാനവസ്ത്രത്തോടുകൂടി എഴുന്നള്ളുമ്പോൾ ഏത് മനുഷ്യനും മനസ്സിലാകും, വരുന്നു മഹാപുരോഹിതൻ. എന്ത് എഫോദ്, മാർപ്പതക്കം, നീളക്കുപ്പായ, എഫോദ്, മാർപ്പതക്കം, അതേ മേലങ്കി, അവന്റെ തലപ്പാവ്, ഇതെല്ലാം കാണുമ്പോൾ വരുന്നു മഹാപുരോഹിതൻ. അറിയാം, ഇനി ഒരാൾക്ക് കണ്ണ് കാണാൻ വയ്യാന്നിരിക്കട്ടെ, അന്ധനാണ്, എന്നാൽ അവന് ചെവി കേൾക്കാമെങ്കിൽ കിണികിണി എന്നൊരു ശബ്ദമുണ്ട്. എന്താ? പൊന്മണിയും മാതളപ്പഴവും കൂടെ ഇടകലർന്ന് ശബ്ദമുണ്ടാക്കുന്നു. അതേ അവരെ കണ്ണ് കാണാൻ വയ്യെങ്കിലും ചെവി കേൾക്കാവുന്നവർക്ക് അത് മനസ്സിലാകും. ഇനി ഒരാൾക്ക് കണ്ണും കാണാൻ വയ്യ, ചെവിയും കേൾക്കാൻ വയ്യ എങ്കിലും അവന് മനസ്സിലാകും. ഒരു സുഗന്ധമുണ്ട്, ഒരു മണം വരും. എന്താ അത്? ആ മനോഹരമായ ധൂപവർഗമെല്ലാം അഭിഷേകത്തിന്റെ സുഗന്ധപൂരിതമായ തൈലം അവന്റെ തലയിൽ പുരട്ടിയിട്ടുണ്ട്. അത് തല മുതൽ മുടി മുതൽ അതേ വസ്ത്രത്തിന്റെ വെളിമ്പിലേക്ക് അതിന്റെ വാസന പരന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കാണാനുണ്ട്, കേൾക്കാനുണ്ട്, മണക്കാനുണ്ട്. ഇതാണ് മേലങ്കി. പക്ഷെ അടുത്തതായി നമ്മൾ വായിക്കുന്നത് ഒരു ഉള്ളങ്കിയുണ്ട്. അത് അരതൊട്ട് തുട വരെ എത്തേണ്ടതാണ്. ആ ഉള്ളങ്കി ഒരു മനുഷ്യന് പോലും കാൽച്ചട്ട കാണാനൊക്കത്തില്ല, കേൾക്കാനൊക്കത്തില്ല, മണക്കാനൊക്കത്തില്ല. അത് ഇല്ലാതെ പോയാൽ എന്ത് സംഭവിക്കും? കുറ്റം ചുമന്ന് ചത്ത് താഴെ വീഴും. അറിയാമോ? മേലങ്കിയുടെ പൊന്മണി മാതളപ്പഴത്തിന്റെ ഒരു കണ്ണ് കുറഞ്ഞു പോയെന്ന് വിചാരിച്ച് ചാകുകയില്ല. പക്ഷെ ഉള്ളങ്കിയുടെ അരതൊട്ട് തുടവരെയുള്ള ഉള്ളങ്കിയുടെ ആ അഭാവം അവനെ കൊല്ലും. മനസ്സിലായോ? എന്താണ് മേലങ്കി? പരസ്യ ജീവിതം. എന്താണ് ഉള്ളങ്കി? രഹസ്യ ജീവിതം. അത് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. രഹസ്യ ജീവിതം ആദ്യമായി ഉള്ളങ്കിയാണ് ധരിക്കേണ്ടത്, പിന്നീടാണ് മേലങ്കി. വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധി പാലിച്ചുകൊണ്ട് പേഴ്സണൽ ലൈഫ്, മോറൽ ലൈഫ്, ഫാമിലി ലൈഫ്, അകത്ത ജീവിതം, അത് കഴിഞ്ഞിട്ട് മാത്രമേ പുറത്ത് ഗുണദോഷിക്കാൻ പോകാവൂ. നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ, സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് ദാവീദ് പറയും, അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. സ്നേഹിതരെ, ഉള്ളങ്കി ശരിയായ ശേഷമേ മേലങ്കി ധരിക്കാവൂ. ഇല്ലെങ്കിൽ ഉള്ളങ്കി ഇല്ലാതെ മേലങ്കി ധരിച്ച ഒരു ബാല്യക്കാരനെ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ വായിക്കൂ. മർക്കോസ് 14:51-52, മാർക്ക് 14:51-52. ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പ് പുതച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവർ അവനെ പിടിച്ചു. അവനോ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി. അതാണ് ഈ മനുഷ്യൻ. ഒരു പക്ഷേ മർക്കോസ് തന്നെയാണെന്നാണ് ചിലർ വിചാരിക്കുന്നത്. ബാല്യക്കാരൻ കർത്താവിന്റെ കഷ്ടാനുഭവ സമയത്ത് ഒരു വെറും ശരീരത്തിൽ ഉള്ളങ്കിയില്ലാതെ മേലങ്കി ധരിച്ചുകൊണ്ട് അവന് ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്നാൽ അവനെ പിടിച്ചു. ബാല്യക്കാരനെ പിടിച്ചപ്പോൾ ബാല്യക്കാരൻ പുതപ്പ് വിട്ടു നഗ്നനായി ഓടിപ്പോയി. ഈ അവസ്ഥ ഉണ്ടാകരുത് ആർക്കും. വെറും ശരീരത്തിൽ പുതപ്പ് പതിക്കുന്ന പോലെ ആന്തരിക വിശുദ്ധിയില്ലാതെ വിശുദ്ധിയുടെ പരിവേഷം അണിഞ്ഞു നടക്കുന്ന വ്യക്തികൾ ഒരു ദിവസം പിടിക്കപ്പെടും. ആ ബാല്യക്കാരൻ ഓടി രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ ഓടി രക്ഷപ്പെടുവാൻ കഴിയാത്ത ഒരു ദിവസം വരുന്നു. വാക്ക് 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 നേക്കഡ് എന്ന് പറയുന്ന ഒരു ദിവസം വായിക്കാം. വെളിപ്പാട് 16:15, റെവലേഷൻ ചാപ്റ്റർ 16:15 പ്ലീസ്. 16:15 പോലെ വരും. തന്റെ ലജ്ജ കാണുമാറും നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ അവൻ വരുമ്പോൾ എന്ത് ഭവിക്കും? നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിക്കേണ്ടതിന് ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഉടുപ്പിനെ സൂക്ഷിച്ചില്ല എങ്കിൽ നിനക്ക് എന്ത് സംഭവിക്കും? ലജ്ജയോടുകൂടെ നഗ്നനായി നടക്കേണ്ട ദിവസം വരും. അത് വരവാൻ ആർക്കും ഇടയാകാതിരിക്കട്ടെ. അപ്പോൾ ഇവിടെ 5 വിധ ഭക്തികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. 1 അഭക്തർ, 2 മതഭക്തർ, 3 പാരമ്പര്യ ഭക്തർ, 4 അമിത ഭക്തർ, 5 കപടഭക്തർ. ഇതാണ് നെഗറ്റീവ്. ഇനി പോസിറ്റീവായുള്ള 2 ഭക്തികൾ ദൈവം അപ്രൂവ് ചെയ്യുന്നത് വായിക്കൂ. 5-ാം സങ്കീർത്തനം 7-ാം വാക്യം. Psalms 5:7 പ്ലീസ്. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുടെ ഭക്തിയോടെ ആരാധിക്കും. ആരാധനയുടെ ഭക്തി, ആലയത്തിലെ ഭക്തി നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ്. ദൈവഭക്തിയോടുകൂടെ വേണം ദൈവസന്നിധിയിൽ വരുവാൻ. മൊബൈൽ ഫോണൊക്കെ നല്ലതാണെങ്കിലും ആ സമയത്ത് അത് ഓഫ് ചെയ്ത് അല്ലെ സൈലന്റ് മൂഡിലാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ ഏകാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ ശാപമാണെന്ന് ഓർക്കണമേ. ആരാധനാലയത്തിൽ വന്നുകൊണ്ടും ഫോൺ തോണ്ടി ഇരുന്ന് അവിടെ ഇവിടെയുള്ള കളികളും കണ്ടുകൊണ്ട് ഇരിക്കുന്ന എത്രയോ പേരെ ശാസിക്കാൻ ഇന്ന് കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം.
ഇതൊക്കെയും ഏകാഗ്രതയില്ലാതെ ദൈവഭയമില്ലാത്തതിന്റെ ലക്ഷണമാണ്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. എന്നാൽ നമ്മളോ പൂർണ്ണമായ ഭയഭക്തിയോടെ വേണം ദൈവസ്ഥലിൽ ഇരിക്കുവാൻ. മറ്റന്യ ചിന്തകളെല്ലാം വെടിഞ്ഞ ശേഷം കർത്താവിന്റെ സന്നിധിയിൽ. ഒരിക്കൽ ഒരു പെൺകുട്ടി ഒരു പാസ്റ്ററോട് വന്ന് പറഞ്ഞു, പാസ്റ്ററെ, എന്റെ ചുറ്റും ഇരിക്കുന്ന പിള്ളേരെല്ലാം എന്താണ്, അവരെ മൊബൈലും കളിച്ച് തോണ്ടി അവരുടെ പല ഉള്ള കളികളും കണ്ടുകൊണ്ടിരിക്കുന്നു, എനിക്ക് ഇവരുടെ നടുവിൽ നിന്ന് ആരാധിക്കാൻ ഒക്കുന്നില്ലെന്ന്. ആ പാസ്റ്റർ അദ്ദേഹം ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ചെറിയ എക്സസൈസ് മാത്രം കൊടുത്തു. മകളെ, നീ ഒരു കാര്യം ചെയ്യും, ഒരു ഗ്ലാസ് പാല്, ഒരു ഗ്ലാസ് നിറച്ച് തുളുമ്പി നിൽക്കുന്ന പോലെ പാല് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മകള് ഈ ആലയത്തിന് ചുറ്റും വന്ന് വലം വെക്കണം, ഈ കൈ പിടിച്ചോളൂ. ഒറ്റ കണ്ടീഷൻ, ഒരു തുള്ളി പാലും നിലത്ത് വീടരുത്. അങ്ങനെ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. ആട്ടെ, അവൾ അത് ഏറ്റു. ആ ഒരു ഗ്ലാസ് പാലും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു തുള്ളി പോലും നിലത്ത് വീഴാതെ അവൾ മന്നം നടന്ന് പാസ്റ്റർ കൈ തിരിച്ചു കൊടുത്തു. പാസ്റ്റർ ചോദിച്ചു, നീ ഇത് എൻ്റെ ഈ ആലയം മുഴുവനും വലം വെച്ചു. ഓക്കെ, ഒരു തുള്ളിയെങ്കിലും നിലത്ത് വീണോ? ഒരു തുള്ളി പോലും പോയില്ല. എന്താന്ന് ചോദിച്ചു. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ ഒറ്റ ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, ഒരു ഡ്രോപ്പ് പോലും താഴെ പോരുത്. ആ ചിന്തയിൽ മാത്രമാണ് ഞാൻ മുഴുകിയിരുന്നത്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇത് തന്നെ ആരാധനയിൽ നീ ചെയ്യേണ്ടത്. നിനക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായാവൂ. ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. സങ്കീർത്തനം 27 നമ്മൾ വായിക്കുന്നില്ലേ? ഏകാഗ്ര ചിന്തയോടെ ദൈവസ്ഥ ഇരിക്കണം. ഒരു ഇംഗ്ലീഷ് പാട്ട് പണ്ട് ഞാൻ കേട്ടത് ഓർക്കുന്നു. ഐ ഡോണ്ട് നോ വൈ യു കെയിം ഹിയർ ബട്ട് ഐ കെയിം ടു പ്രൈസ് ദ ലോർഡ്. നിങ്ങളൊക്കെ എന്തിനാണ് അവിടെ വന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വന്നത് എൻ്റെ ദൈവത്തെ സ്തുതിക്കാനാണ്. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് ഭക്തിയോടെ ആരാധിക്കും. ഈ ചിന്ത നമുക്കുണ്ടായിരിക്കട്ടെ. അടുത്തതായ ഭക്തിയുടെ ലക്ഷണം, ഒന്ന് ആലയത്തിൽ, ദൈവാലയത്തിൽ ഭക്തി ഉണ്ടായിരിക്കണം. അതേ ഒരു ഭാഗം കൂടെ ഒന്ന് വായിക്കാൻ. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 33-ാം വാക്യം ഒരു ജാതിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാണാം. 2 Kings 17:33. അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ടു പുറപ്പെട്ടു പോകുന്ന ജാതികളുടെ മര്യാദ പ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോന്നു. ശമര്യക്കാരുടെ ഈ മാതൃക നാം പിൻപറ്റരുത്. ശമര്യ പട്ടണത്തിൽ സിംഹം വന്ന് ആ ജനങ്ങളെ കൊല്ലുവാൻ തുടങ്ങിയപ്പോൾ ഒരു പുരോഹിതനെ വിളിച്ചു വരുത്തി യഹോവയെ ഭജിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അദ്ദേഹം പഠിപ്പിച്ച് അവരെ സ്തുതിപ്പിച്ചു. പക്ഷെ അവരുടെ വിഗ്രഹത്തെ സേവിച്ചത്. വിഗ്രഹത്തെ സേവിച്ചുകൊണ്ട് യഹോവയെ ഭജിച്ചാൽ ഒരു പ്രയോജനമില്ല. അവർ ശപിക്കപ്പെട്ടവരാണ്. ദൈവത്തെ കളിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. നീ ആരെ സേവിക്കുന്നുവോ അവനെ സ്തുതിക്കണം, ആരെ ആരാധിക്കുന്നുവോ അവനെ സേവിക്കണം. ഇല്ലെങ്കിൽ അത് നിരർത്ഥകമാണെന്ന് ഓർക്കണമേ. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയംഗമായ ഭക്തിയില്ല എങ്കിൽ അത് പ്രയോജനരഹിതമാണ്. ഇനി അടുത്തതായി സാക്ഷാത്തായ ഭക്തിയുടെ ലക്ഷണം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ. ജെയിംസ് 1:26 and 27 പ്ലീസ്. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാനിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ 26-ാം വാക്യത്തിലാണ് അതാ വായിക്കുന്നത്. നാവിന് കടിഞ്ഞാണിടാതെ, വായി വരുന്നത് ഒരു കൺട്രോളും ഇല്ലാതെ സംസാരിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാണ്. ഒരു നല്ല ഭക്തി നടിക്കുന്നുണ്ടായിരിക്കും. കൺട്രോൾ യുവർ ടങ്. യഹോവേ, എനിക്ക് എൻ്റെ വായിക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കേണമേ എന്ന് പറയുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, സ്വയം കടിഞ്ഞാണിട്ടതിനെ സൂക്ഷിക്കണം. മനുഷ്യൻ പറയുന്ന ഓരോ നിസ്സാര വാക്കിനും ന്യായവിസ്താര ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഓർത്തുകൊണ്ട് സ്വയം നാവിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ നിന്റെ ഭക്തി വ്യർത്ഥം. ഇനി അടുത്ത 27-ാം വാക്യം. പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താറുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ദൈവഭക്തിയുടെ 2-ാമത്തെ ലക്ഷണം അതാണ്. അനാഥരെയും വിധവമാരെയും തന്റെ സങ്കടത്തിൽ ചെന്ന് കാണുക. ലോകത്താലുള്ള കളങ്കം പറ്റാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കുക. തങ്ങളെ തന്നെ വിശുദ്ധിയോടെ സൂക്ഷിക്കുകയും തങ്ങൾക്ക് ദൈവം നൽകുന്ന ഭൗതിക നന്മകളെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി പങ്കുവയ്ക്കുകയും ചെയ്യണം. എനിക്കുള്ളതെല്ലാം അതിന്റെ ഒരു നല്ല ശമരിയക്കാരന്റെ കഥയിലുള്ളതുപോലെ 3 ഗ്രൂപ്പുകൾ കാണാം. ഒന്ന്, കടന്നു പോകുന്ന കള്ളന്മാർ. ആ കള്ളന്മാരുടെ മനോഭാവം, നിനക്കുള്ളതെല്ലാം എന്റേതൊന്നും നിനക്ക് തരത്തില്ല. മറ്റേത് കപടഭക്തരുടെ, ലേവ്യ പുരോഹിതന്റെ ഒക്കെ മനോഭാവം, നിനക്കുള്ളത് വല്ലതും ഉണ്ടോ നിന്റെ കയ്യിലിരിക്കട്ടെ, എന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ എന്റെ കയ്യിലിരിക്കട്ടെ, എന്റേതൊന്നും നിനക്കും വേണ്ട, നിന്റേതൊന്നും എനിക്കും വേണ്ട. അതാണ് കപടഭക്ത മനോഭാവം. 3-ാമത് കർത്താവിന്റെ മനോഭാവം. നിന്റേതൊന്നും എനിക്ക് വേണമെന്നില്ല, പക്ഷെ എന്റേതെല്ലാം നിന്റേത്. എണ്ണയും വീഞ്ഞും പകർന്ന് അവനെ സഹായിച്ചതുപോലെ നമുക്ക് ദൈവം നൽകിയ നന്മകൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായി പങ്ക് വെക്കണം.
വേദപുസ്തകത്തിൽ അതാണ് വായിക്കുന്നത്. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിൽ യോഗ്യന്മാർക്ക് ചെയ്യാതിരിക്കരുത് എന്ന് സദൃശവാക്യം 3-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. ഗലാത്യർ 6-ലും അവസരം കിട്ടുന്ന പോലെ സകല മനുഷ്യർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യാം. ഷെയർ യുവർ ഓൾ പൊസഷൻസ്. നിനക്ക് ദൈവം തന്ന നന്മകളെ മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. അതാണ് ഭക്തിയുടെ അടുത്ത ലക്ഷണം. അപ്പൊ നാവിനെ സൂക്ഷിക്കുക, തന്നെത്താനെ സൂക്ഷിക്കുക, മറ്റുള്ളവർക്കായി നന്മകൾ പങ്കുവെക്കുക. ഈ ലക്ഷണങ്ങളാണ് ഇത് ദൈവം കൂടെ അപ്രൂവ് ചെയ്യണം. ദൈവം അപ്രൂവ് ചെയ്തൊരു ഭക്തി ഉണ്ടല്ലോ. യോബ് 1:8 വായിച്ച്, യോബിന്റെ ലേഖനം 1:8. യഹോവ സാത്താനോട്, എന്റെ ദാസൻ അയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. സ്വർഗസ്ഥനായ ദൈവം ഹൃദയങ്ങളെയും അന്തരേന്ദ്രങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവം ആ അയ്യോബിന്റെ ഭക്തിയെ മാനിച്ചിരുന്നു. പിശാചിനോട് പറഞ്ഞു, നീ ഒന്ന് ദൃഷ്ടി വെച്ചോ? അവനെ പോലെ ദൈവഭക്തൻ ആരുള്ളൂ? സ്തോത്രം. അവനെ പോലെ ദോഷം വിട്ടകലുന്നവൻ. യോബിന്റെ സമ്പത്തല്ലായിരുന്നു ദൈവത്തിന്റെ പ്രശ്നം. 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 500 പെൺകഴുതകളും 500 കാളകളുമുള്ള യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചു എന്നല്ല ദൈവം ചോദിക്കുന്നത്. ഇതൊന്നും ദൈവത്തിന് വിഷയമല്ലായിരുന്നു. 7 ആൺപിള്ളാരും 3 പെൺപിള്ളാരുമുള്ള യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അതുമല്ല ദൈവത്തിന്റെ ചോദ്യം. ദൈവഭക്തനായി ആമേൻ ദൈവത്തെ ഭയപ്പെടുന്നവനായി ദോഷം വിട്ടകലുന്നവനായി യോബ് അതെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം പരിചയപ്പെടുത്തുന്നത് സാത്താനെ. അറിയാമോ? അവന്റെ ഭാര്യ യഥാർത്ഥമായിട്ടുള്ള ഒരു ഭക്തിയായ സ്ത്രീ ആയിരുന്നില്ല. അവന്റെ സമ്പത്ത് മാത്രം നോക്കി നടന്നവളാണ്. നമ്മൾ പറയുന്ന ഒരു വാചകമുണ്ടല്ലോ, യോബ് 2:9. യോബ് 2:9. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. സന്തോഷ സമൃദ്ധിയിൽ അവൾ ഉത്തമ ഭാര്യയായിരുന്നു. എന്നാൽ സന്താപം വന്നപ്പോൾ, എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവൾ നകന്നുപോയി. ഭാര്യയ്ക്ക് അവന്റെ ശ്വാസം അസഹ്യമായി തീർന്നു പോയി. ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചു. കാരണം കല്യാണം കഴിക്കുമ്പോൾ 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 500 കാളകളും 500 പെൺകഴുതകളുമുള്ള മനുഷ്യന്റെ ഭാര്യയായി തീരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ഇതിന്റെ പിൻപിൽ പ്രവർത്തിച്ചത് ദൈവഭക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല. ഏറ്റവും ഒടുവിൽ ദൈവം ഇതെല്ലാം മടക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ അവനുമായിട്ട് യോജിച്ചു. അതുകൊണ്ടല്ലേ 10 മക്കൾ ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സന്തോഷ സന്ദർഭങ്ങളിൽ മാത്രം സഹകരിക്കുകയും സന്താപ സന്ദർഭങ്ങളിൽ അകന്നിരിക്കുകയും ചെയ്യുന്ന ഭക്തി യഥാർത്ഥ കപടമാണ്. ആ യോബിന്റെ ഭാര്യയുടെ ദുസ്വഭാവം നാം അനുകരിക്കരുത്. നീയും യഥാർത്ഥ ദൈവഭക്തരുടെ ലക്ഷണം കൂടെ 2-3 വാക്കുകൾ കൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. 25-ാം സങ്കീർത്തനം അതിന്റെ 14-12 വാക്യങ്ങൾ വായിക്കാം. 25-ാം സങ്കീർത്തനം അതിന്റെ 14-12 വാക്യങ്ങൾ. അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. യഹോവയെ ഭക്തന്മാർക്ക് ദൈവം തൻ നിയമം അറിയിക്കുന്നു. അടുത്തത് 12-ാം വാക്യം കൂടെ. ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടത് വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടത് വഴി കാണിച്ചു കൊടുക്കും. നോക്കുക, ദൈവത്തിന്റെ നിയമം നിന്നെ അറിയിക്കും നീ ഭക്തിയോടെ ജീവിച്ചാൽ. 2, തിരഞ്ഞെടുക്കേണ്ട വഴി കാണിച്ചു തരും. ഇനി ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. 111-ാം സങ്കീർത്തനം 11-ാം വാക്യം. Psalm 111 and verse 11 please. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ട്. ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ദൈവഭക്തിയോട് ജീവിച്ചാലുള്ള ഗുണം? യഥാർത്ഥ ഭക്തരാണെങ്കിൽ ദൈവത്തിന്റെ നിയമം നമ്മളെ അറിയിക്കും. നമ്മളെ തെരഞ്ഞെടുക്കേണ്ട വഴി നമ്മെ കാണിക്കും. യഹോവയുടെ സഹിത്വം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. The fear of the Lord is the beginning of wisdom. ജ്ഞാനത്തിന്റെ ആരംഭമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദാവീദ് പ്രാർത്ഥിക്കുന്നു, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു. അഭക്തരുടെ ലോകം, മതഭക്തരുടെ ലോകം, കപടഭക്തരുടെ ലോകം, അമിതഭക്തരുടെ ലോകം, ഇതെല്ലാം ദൈവസ്ഥൻ സന്നിധാനത്തിൽ ശിക്ഷാർഹമാണ്. എന്നാൽ ദൈവാലയത്തിലുള്ള ഭക്തി, ദൈവത്തോടുള്ള അതേ സത്യവും നീതിയുമായ അനാഥരെയും വിധവമാരെയും തങ്ങളുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്ന ഭക്തി, നാവിനെ സൂക്ഷിക്കുന്ന ഭക്തി, ദൈവാലയത്തിൽ ആരാധനയുള്ള ഭക്തി നിലനിൽക്കട്ടെ. എങ്കിൽ ദൈവസഹിത്വം നമുക്കുണ്ടായിരിക്കും. അങ്ങനെ കപടഭക്തിയെല്ലാം വിട്ടൊഴിഞ്ഞുകൊണ്ട് യഥാർത്ഥ ഭക്തരായി ജീവിപ്പാൻ എൻ്റെ ശ്രോതാക്കൾക്ക് ദൈവം കൃപ ചെയ്യട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഇപ്പോഴത്തെ ബൈബിൾ സ്റ്റഡി അവസാനിപ്പിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ.